Hi guys, this is Huma Qureshi. ഉദയാനന്ദൻ സംവിധാനം ചെയ്യുന്ന വൈറ്റിലൂടെയാണ് ഹുമ ഖുറേഷി ആദ്യമായി സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് വരുന്നത്. മമ്മൂട്ടിയാണ് ഹുമ ഖുറേഷിയെ ഈ ചിത്രത്തിലേക്ക് നിർദ്ദേശിച്ചത്. അത് ശരിയായ നിർദ്ദേശമായിരുന്നുവെന്നാണ് സംവിധായകൻ ഉദയാനന്ദൻ പറയുന്നത്. താൻ ഈ വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് വിദ്യാബാലനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ മമ്മൂട്ടിക്കൊപ്പം മത്സരിച്ച് അഭിനയിക്കുകയാണ് ഹുമ ഖുറേഷി. വൈറ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാനായി ഞാൻ ഉപേക്ഷിച്ചത് അമിതാഭ് ബച്ചൻ ചിത്രമായിരുന്നു. നേരത്തെ 2015 ഏപ്രിലായിരുന്നു വൈറ്റിൻ്റെ ചിത്രീകരണം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ തിരക്ക് മൂലം ഷൂട്ടിംഗ് നവംബറിലേക്ക് മാറ്റുകയായിരുന്നു. അമിതാഭ് ബച്ചനും ഞാനും ഒന്നിക്കുന്ന ബോളിവുഡ് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും തീരുമാനിച്ചിരുന്നത് നവംബറിലായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ 2 താരങ്ങളോടൊപ്പം ഒരേ സമയത്ത് വന്ന അവസരങ്ങൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. തുടർന്ന് മമ്മൂട്ടി ചിത്രം വൈറ്റ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ സാംസ്കാരിക രംഗത്തെ മഹത്വൽക്കരിക്കുന്ന കഥാപാത്രത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാനൊരു മുസ്ലിം കുടുംബാംഗമാണ്. അങ്ങനെ മോഡൽ രംഗത്ത് എനിക്ക് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ സിനിമയിൽ വളരെ ശ്രദ്ധയോടെ വേഷങ്ങൾ സ്വീകരിക്കേണ്ടതായി വന്നു. കഥ പ്രധാനമായിരുന്നു. അതിലുപരി ഏത് സംവിധായകൻ എന്നതിലും ഞാൻ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഞാൻ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനേ ശ്രമിക്കാറുള്ളൂ. മത്സരം എന്നത് വിജയത്തിൻ്റെ രഹസ്യമാണ്. മത്സരമില്ലെങ്കിൽ മനസ്സിന് ഉത്സാഹം ലഭിക്കാറില്ല. അതുകൊണ്ട് മുൻനിര നടിമാരുടെ അധ്വാനം ഞാൻ ഒറ്റ ശ്രദ്ധിക്കാറുണ്ട്. പെട്ടെന്ന് ആർക്കും മുൻനിര നക്ഷത്രമായി പ്രകാശിക്കാനാവില്ല. പരാജയങ്ങൾ എൻ്റെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കാറുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ സഹോദരനാണ് എന്നെ സാന്ത്വനപ്പെടുത്തുക. എൻ്റെ പരാജയങ്ങൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. വൈരക്കല്ല് പെട്ടെന്ന് ശോഭിക്കാറില്ല. അതുപോലെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നാറുണ്ട്. നീ ധൈര്യമായി അഭിനയിക്കൂ എന്ന് ചിലർ പറയാറുണ്ട്. ചിലർ അഭിനയം പഠിപ്പിച്ചു തരാറുണ്ട്. മറ്റു ചിലർ സമാധാനപൂർവ്വം പറഞ്ഞു തരികയും ടെൻഷൻ മാറ്റുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ വലിയ നടന്മാരുമൊത്ത് അഭിനയിക്കുമ്പോൾ വ്യത്യസ്തമായ പല അനുഭവങ്ങളും ലഭിക്കുന്നു. ഇഴകിച്ചേർന്ന് പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് ശരിക്കും വീർപ്പുമുട്ടൽ അനുഭവപ്പെടാറുണ്ട്. ഒരു നടന് സംവിധായകൻ പറയുന്നതിനപ്പുറം ചെയ്യാൻ കഴിയും. ആലിംഗനബദ്ധരാകുന്ന സന്ദർഭത്തിൽ നടൻ ശരിക്കും അത് ആഘോഷിക്കാൻ ശ്രമിക്കും. നിരസിക്കാൻ പറ്റില്ല. മുഖാമുഖം തൊടുന്ന മാത്രയിൽ അയാൾ മനഃപൂർവ്വം ചുംബിച്ചെന്ന് വരാം. സീനിന് അതൊരു മികവ് ലഭിക്കുമെന്ന് വിചാരിക്കുന്ന സംവിധായകൻ ഇത് കണ്ടതായി നടിക്കാറില്ല. ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് പോലെ ഉണ്ടായ അനുഭവം. എന്നോട് അനാവശ്യമായി ഒരു വാക്ക് പറയാത്ത, എന്നെ ആദരിക്കുന്ന ഒരു സംവിധായകനുണ്ടായിരുന്നു. രാത്രി എൻ്റെ ഹോട്ടൽ റൂമിൻ്റെ മുന്നിലെത്തി ബെൽ മുഴക്കി. ഞാൻ കതക് തുറന്നപ്പോൾ മുന്നിൽ സംവിധായകൻ ശരിക്കും മദ്യപിച്ചിരുന്നു. ഒരിക്കലും അയാൾ മദ്യപിച്ച് ഞാൻ കണ്ടിരുന്നില്ല. അയാൾക്ക് തന്നോടൊപ്പം ഒരു രാത്രി ചിലവഴിക്കണം പോലും. എനിക്ക് സങ്കടം പൊട്ടിപ്പോയി. ഒരു നല്ല മനുഷ്യനെ കരുതിയിരുന്ന അയാൾ മദ്യപിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യമായി എന്നെ സമീപിച്ചെന്ന് പിന്നീട് അറിഞ്ഞു. ഇല്ല, അങ്ങനെ ഒരു അപവാദം ഞാൻ ഇന്നുവരെ കേൾപ്പിച്ചിട്ടില്ല. മാന്യമായ ഒരു വിവാഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബോംബെയിലെ വീട്ടിൽ ഞാൻ ഏകാകിനിയാണ്. സഹോദരനാണ് എനിക്ക് ആശ്രയം. ഡൽഹിയിലാണ് ഹുമ ജനിച്ചത്. പിതാവ് ഹോട്ടൽ നടത്തിവരുന്നു. ഞാൻ ഏതു മേഖലയിൽ ഇറങ്ങിത്തിരിച്ചാലും അത് വിജയപ്രദമാകണമെന്ന് എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു പോന്നു. എനിക്ക് സിനിമയോട് അഭിനിവേശമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ വലിയ പോരാട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അഭിനേത്രിയാകാൻ സാധിച്ചു.